ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് പുതിയൊരു ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പുതിയ അക്ഷരം പഠിക്കുകയോ എഴുതുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളിന്ന് പുതിയൊരു ഗെയിമാണ് ചെയ്യുന്നത്. മാത്സ് ഇല്ലേ, മാത്സ് കണക്ക്, മാത്സിൽ കുറേ നമ്പേഴ്സൊക്കെ ഇല്ലേ, ആ നമ്പേഴ്സൊക്കെ നമുക്കൊന്ന് പഠിക്കണ്ടേ. ആ നമ്പേഴ്സുകളിൽ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോവാം. പഠിക്കാൻ പോവല്ല, മനസ്സിലാക്കാൻ പോവാം. അത് ഒരു ഗെയിമിലൂടെയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ ഡോറ ഇഷ്ടമല്ലേ? ഡോറയുടെ കാർട്ടൂൺ കാണാറില്ലേ? ഡോറയുടെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് ആരാ? പൂജി അല്ലേ? ഡോറ എവിടെ പോയാലും പൂജി കൂടെ ഉണ്ടാവും. അപ്പോൾ ഡോറയും പൂജിയും ഉപയോഗിച്ചാണ് നമ്മളിന്ന് ഗെയിം ചെയ്യാൻ പോകുന്നത്. അതിലൂടെ നമ്മളിന്ന് നമ്പേഴ്സ് മനസ്സിലാക്കും. അപ്പോൾ പേരൻസ് മനസ്സിലാക്കണം, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്പേഴ്സ് പഠിപ്പിക്കുകയല്ല, എഴുതാൻ പിന്നീട് പഠിപ്പിക്കുന്നതായിരിക്കും. ഇത് ജസ്റ്റ് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗെയിമിലൂടെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ നമ്പേഴ്സ് ഓർമ്മിച്ച് വെക്കും. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യിക്കുകയാണെങ്കിൽ ആ നമ്പേഴ്സ് അവർ ഓർത്തിരിക്കാനും അവരുടെ ബ്രെയിനിൽ മറക്കാതിരിക്കാനും, അത് മറക്കത്തില്ല, അവരൊരിക്കലും അത് മറക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗെയിം ചെയ്യുന്നത്. ഒരു തുടക്കം ബേസിക്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. നോക്കിയോ, ഡോറ ഇവിടെ നിൽപ്പുണ്ട്. ഡോറയുടെ ഫ്രണ്ട് ബുജി. കുറേ നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ കുറേ നമ്പേഴ്സ് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ നമ്പേഴ്സിൽ എവിടെയോ നമ്മുടെ ബുജി ഇരിപ്പുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഓരോ നമ്പേഴ്സ് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ടീച്ചർ കാണിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ ദാ ബുജി നമ്മുടെ ഫസ്റ്റ് നമ്പറിൽ എത്തുക. നോക്കിയോ, ബുജി നമ്മുടെ ഫസ്റ്റ് നമ്പറിലെത്തി. ഇതാണ് ഫസ്റ്റ് നമ്പർ. സോറി, ഡോറ നമ്മുടെ ഫസ്റ്റ് നമ്പറിലെത്തി. ഇവിടെ ബുജി ഉണ്ടോ? ഇല്ല. പക്ഷെ നമുക്കൊരു നമ്പർ കിട്ടിയില്ലേ? ആ നമ്പറാണ് 1. എന്താണ്? 1 എന്ന നമ്പർ. ഫസ്റ്റ് നമ്പർ 1 ആണ്. കണ്ടല്ലോ, അവിടെ നമ്മുടെ ബുജി ഇല്ല. ഇനി നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോവാം. അടുത്ത നമ്പറാണ് നമ്പർ 2. നമ്പർ 2. ഇപ്പം നമ്മൾ 1 കണ്ടു, നെക്സ്റ്റ് 1 നമ്പർ 2 കണ്ടു. ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചേ. നമ്പർ 1 എങ്ങനെ ഇരിക്കും, നമ്പർ 2 എങ്ങനെ ഇരിക്കും. ഇവിടെ നമ്മളുടെ ബുജി ഉണ്ടോ? ഇല്ല. നമ്പർ 1ലും ഇല്ല, നമ്പർ 2ലും ഇല്ല. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പറിലേക്ക് പോവാം. ഇതാണ് നെക്സ്റ്റ് നമ്പർ. ഇത് നമ്പർ 3. നമ്പർ 3. അപ്പോൾ നമ്മൾ ഏതൊക്കെ നമ്പർ കണ്ടു? 1 കണ്ടു, 2 കണ്ടു, 3 കണ്ടു. ഇവിടെ ഒന്നും നമ്മളുടെ ബുജി ഇല്ല കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്പറിലേക്ക് നമുക്ക് പോവാം. ഡോറയുടെ ഫ്രണ്ടിനെ ഡോറയ്ക്ക് കണ്ടുപിടിക്കണ്ടേ? ഡോറയാണ് കേട്ടോ പോകുന്നത്. നോക്കിയോ, നെക്സ്റ്റ് നമ്പറാണ് 4. ഇവിടെ ബുജി ഉണ്ടോ? ബുജി ഇല്ല അല്ലേ? അപ്പം നമ്മൾ എത്ര നമ്പർ കണ്ടു? 1 കണ്ടു, 2 കണ്ടു, 3 കണ്ടു, 4 കണ്ടു അല്ലേ? ഇത് നമ്പർ 1, നെക്സ്റ്റ് നമ്പർ 2, നെക്സ്റ്റ് നമ്പർ 3, നെക്സ്റ്റ് നമ്പർ 4. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പറിലേക്ക് പോവാം. അവിടെ ചിലപ്പോൾ ബുജി ഉണ്ടാവും, നമുക്ക് നോക്കാം കേട്ടോ. പക്ഷെ അവിടെ ഇല്ലല്ലോ. പക്ഷെ നമുക്കൊരു നമ്പർ കിട്ടിയില്ലേ? ഏതാണ്? 5. ആ നമ്പറിൻ്റെ പേരാണ് 5. അപ്പോൾ 1, 2, 3, 4, 5. ഇനി നെക്സ്റ്റ് നമ്പറിലേക്ക് പോയി നോക്കാം. നോക്കിയോ, സിക്സ്. നെക്സ്റ്റ് നമ്പറാണ് 6. ഇവിടെ നമ്മുടെ ബുജി ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോവാം. അടുത്ത നമ്പറാണ് 7. അടുത്ത നമ്പർ ഏതാ? 7. അപ്പം നമ്മൾ ഏതൊക്കെ നമ്പർ കണ്ടു? 1, 2, 3, 4, 5, 6, 7 വരെ കണ്ടു. പക്ഷെ അവിടെ ഒന്നും നമ്മുടെ ബുജി ഇല്ല. ഇനി നെക്സ്റ്റ് നമ്പറിലൊന്ന് പോയി നോക്കാം, നമ്മുടെ ബുജി ഉണ്ടോ എന്ന് അറിയണ്ടേ. നോക്കിയോ, നെക്സ്റ്റ് നമ്പറാണ് 8. ഏത് നമ്പരാ? 8. 8ൻ്റെ ഷേപ്പ് നോക്കി. നിങ്ങൾ ഓരോ നമ്പേഴ്സ് നോക്കുമ്പോഴും അതിൻ്റെ ഷേപ്പ് നിങ്ങളിങ്ങനെ തിങ്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഓരോ നമ്പേഴ്സിൻ്റെ അടുത്ത് വരുമ്പോഴും നമ്മുടെ ബുജിയെ കണ്ടിട്ടില്ല. അപ്പോൾ ആ നമ്പേഴ്സൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മളിപ്പോൾ 8 നമ്പേഴ്സ് വരെ എത്തി. ഏതൊക്കെ നമ്പേഴ്സാണ്? 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ,
ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പറിലേക്ക് പോവാം. ഭുജി ഉണ്ടോയെന്ന് അറിയണ്ടേ? ഇതുവരെ നമുക്ക് ഭുജിയെ കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലല്ലേ ഡോറയ്ക്ക് സന്തോഷമാവുള്ളൂ. ദേ 9. നെക്സ്റ്റ് നമ്പറാണ് 9. അവിടെ നമ്മുടെ ഭുജി ഇല്ല. ഈ നമ്പറാണ് 9. 9ൻ്റെ ഷേപ്പ് നിങ്ങളുടെ മനസ്സിലൊന്ന് തിങ്ക് ചെയ്തേ. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്പറിലേക്ക് പോവാണേ. ആ നമ്പറാണ് 10. എന്താണ്? 10. ഇവിടെ നമ്മുടെ ഭുജി ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ദേ ഇവിടെ നമ്മുടെ ഭുജി ഉണ്ടേ. ഡോറയുടെ ഭുജിയെ നമുക്ക് കിട്ടി. കണ്ടില്ലേ? ഡോറയുടെ ഭുജി വന്നല്ലോ. ഇപ്പോൾ ഡോറയ്ക്ക് സന്തോഷാവും. നമ്മുടെ ഡോറയുടെ ഭുജിയെ നമുക്ക് കിട്ടി. കണ്ടോ? നിങ്ങളുടെ ഡോറയുടെ ഭുജിയെ നമുക്ക് കിട്ടി. ഏത് നമ്പറിൻ്റെ താഴെയാണ് കിട്ടിയത്? 10 നമ്പറിൻ്റെ താഴെ. ഇനി നമുക്ക് ഈ നമ്പേഴ്സ് എല്ലാം ഒന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഈ 10 നമ്പറിലോട്ട് വന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ ഭുജിയെ കിട്ടിയത്, ഡോറയ്ക്ക് അല്ലേ? അപ്പം നിങ്ങളിതുപോലെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഡോറയെ ഭുജിയുടെ അടുത്ത് എത്തിക്കണം, അല്ലെങ്കിൽ ഭുജിയെ ഡോറയുടെ അടുത്ത് എത്തിക്കണം. അപ്പോൾ നിങ്ങൾ വേഗം ഈ നമ്പേഴ്സൊക്കെ ഓർത്തിരിക്കും. ഓരോ നമ്പേഴ്സും നിങ്ങൾ മൈൻഡിൽ ഇങ്ങനെ ഓർത്തിരുന്നിരുന്ന് വേണം ഈ ഗെയിം ഇങ്ങനെ ഓർത്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര നമ്പർ നമ്മളിന്ന് പഠിച്ചു? 10 നമ്പേഴ്സ് നമ്മൾ പഠിക്കുകയല്ല, നമ്മൾ കണ്ടു മനസ്സിലാക്കി. 10 നമ്പേഴ്സ് നമ്മൾ കണ്ട് മനസ്സിലാക്കി. ഓക്കെ, ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ നമ്മളിനി പഠിക്കും കേട്ടോ, ത്രൂ ഔട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സാണ് മനസ്സിലാക്കിയത്? 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. ഇത് കണ്ടോ, 10ന് മാത്രം 2 നമ്പർ, ബാക്കിയൊക്കെ 1 നമ്പർ. ഓക്കെ, ഞാൻ മലയാളത്തിലൊന്ന് പറയാം. 1 2 3 4 5 6 7 8 9 10. അപ്പം നല്ല രസമല്ലേ ഈ കളി? നല്ല രസമുള്ള കളിയല്ലേ? കണ്ടോ, നമ്മളിങ്ങനെ ഇതുപോലെ ഒരു പേപ്പർ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനൊരു ഇതുണ്ടാക്കാം. എന്നിട്ട് നമ്മുടെ ഒരു ഡോറ ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഡോറ ബുജി ഇവിടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് ഇതുപോലെ 1 2 3 എന്ന് നിങ്ങൾ നിങ്ങളുടെ പേരൻസ് എഴുതി തരും. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളിങ്ങനെ ഗെയിം കളിച്ച് ആ കാർട്ടൂൺ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട 2 കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എടുക്കുക. എന്നിട്ട് മുകളിൽ ഇവിടെ ഫ്രണ്ടിൽ എവിടെ എത്തണോ ആ ആളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആരെ കണ്ടെത്തണമോ എന്ന് തീരുമാനിച്ചിട്ട് അവരുടെ ഫോട്ടോസ് ഇവിടെ ഒട്ടിച്ചിട്ട് നിങ്ങളിങ്ങനെ കളിച്ച് നോക്കിയേ. അപ്പോൾ വേഗം മനസ്സിലാവും. കുറേ നേരം കുറേ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കുക. ആദ്യം 2 ഉപയോഗിച്ചിട്ട് പിന്നെ വേറെ കാർട്ടൂൺസ് ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങളിങ്ങനെ കളിച്ച് നോക്കുക. നല്ല രസം ഉണ്ടാവും, വേഗം നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഇത് സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് ഇതിനെ മെസ്സേജ് അയച്ചു തരണം. നിങ്ങൾ ചെയ്തു, നല്ല രസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ എനിക്കൊരു സന്തോഷമാവും.